എനിക്ക് എൻ്റെ കയ്യിൽ തരാൻ എന്തെങ്കിലും ഉണ്ടോ? യെസ്, നോയ്സ് നോയ്സ്. കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ റെക്കോർഡർ ആയിരിക്കില്ല, നോയ്സിൻ്റെ സീൻ മാത്രമല്ലേ ഉള്ളൂ. സോ ദിസ് ഇസ് 21st century ആൻഡ് പഴയ പോലെ അല്ലല്ലോ, ഇപ്പം കുറേ കാര്യങ്ങളുണ്ടല്ലോ. കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ മാറും. പണ്ടത്തെ ഇപ്പോഴത്തെയും വ്യത്യാസം മാറ്റാണല്ലോ എല്ലാത്തിൻ്റെ ഒരു സോ സത്യത്തിൽ കണ്ടന്റ് ഇല്ല. ഞാൻ നാച്ചുറലായിട്ട് കണ്ടന്റ് വരുന്ന ഒരു പ്രോസസ്സ്. ക്യാമറ ഓണാക്കി തന്നെ കണ്ടന്റ് വരുമെന്നാണ്. യെസ്, ആക്ച്വലി ആ ഡിഫറൻസ് ഉണ്ടല്ലോ. പണ്ടത്തെ വർക്ക് കൾച്ചറും പണ്ടത്തെ ടോട്ടൽ കൾച്ചറും എല്ലാം മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളായിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. കുറേയൊക്കെ സൂയിസൈഡ്സ് കൂടുന്നു, കുറേയൊക്കെ എന്താ പറയുക, ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതാകുന്നു. അപ്പം അങ്ങനത്തെ സമയത്ത് നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കണ്ടാൽ നിങ്ങൾ വളരെ മോശമായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ട ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷേ ഞാൻ പറയണു മാറ്റം ഉണ്ടാവും. ഫീൽ ഗുഡ് സിനിമ എന്ന് പറയുമ്പം ഭയങ്കര നോർമൽ വെറൊരു ഫീൽ ഗുഡ് സിനിമയല്ല. ഒരു ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ബ്ലിസ്ഫുൾനെസ് കിട്ടുന്ന ഒരു സിനിമ കണ്ടാൽ നമുക്ക് ഇതിപ്പോൾ ഏതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്ന ആളാണെങ്കിലും മാനേജബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് തണുപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പേസിലൂടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സ്പേസ് എന്നുള്ള വാക്ക് ഞാൻ കുറേ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നത് പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സംഭവത്തിലോട്ട് ഉള്ളൊരു ഇത് നമ്മൾ നല്ലൊരു ഫീൽ ഗുഡ് സിനിമയോ അല്ലെങ്കിൽ ഒരു കോമഡി പരിപാടികളുള്ളൊരു സംഭവമോ അങ്ങനെയുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് സാധനം കണ്ട ഒരു സംഭവം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഓരോരുത്തരുടെ സിനിമ വാച്ചിങ് ഡിഫറെൻ്റ് ആണല്ലോ. എൻ്റെ സിനിമ വാച്ചിങ് എന്ന് പറയുമ്പം എനിക്ക് ഞാൻ എല്ലാ കാര്യവും സേഫായിട്ട് എനിക്ക് ടെൻഷൻ അടിക്കാനില്ലാത്ത ഒരു മൊമെൻറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഞാനൊരു സിനിമ കാണുക. എനിക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ആ സിനിമ കാണാൻ പറ്റില്ല, നന്നായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ കുറേയൊക്കെ പേര് സിനിമ കണ്ട് ടെൻഷൻ മാറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പരിപാടി അങ്ങനെയല്ല. ടെൻഷനെല്ലാം മാറ്റിയിട്ട് ഞാൻ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് സിനിമ. ഇതിലേത് കാറ്റഗറി ആണെങ്കിലും, എൻ്റെ കേസ് വിട്, എൻ്റെത് വേറൊരു പരിപാടിയാണ്. ഇത് ഏത് കാറ്റഗറി ആണെങ്കിലും എങ്ങനെയുള്ള ആളാണെങ്കിലും ഒരു ഫീൽ ഗുഡ് ലൈറ്റ് ഹാർട്ടഡ് പരിപാടി കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ഇതാവും. നമ്മൾ പറയാൻ പോകുന്നത് നിന്നില എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെലുഗു പടമാണ്. അശോക് സെൽവൻ അഭിനയിച്ചിട്ട് അതിൽ ഋതുവർമ്മയുണ്ട്, നിത്യാമേനനുണ്ട്. ഡയറക്റ്റ് ചെയ്തേക്കണത് IV ശശിയുടെ മോനാണ്. പേര് ഞാൻ മറന്നുപോയി. IV ശശിയുടെ മോനാണെന്നുള്ള ഒരു സംഭവമാണ്. ആ പുള്ളിക്കാരൻ അത്ര അടിപൊളി പടം ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിച്ചിട്ട് കൂടി IV ശശിയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനേ എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ. ആൾ നല്ലൊരു പരിപാടിയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. എൻ്റെ പ്രശ്നമാണ്. നമ്മളിങ്ങനെ ഒരു പടം പറയുമ്പം നമ്മളത് ഭയങ്കരമായിട്ട് അന്വേഷിച്ച് സംഭവമാക്കിയിട്ടൊന്നും പറയുന്നതല്ല. നമ്മൾ ഓർത്തിട്ട് ഓർമ്മയിൽ കിട്ടുന്ന കാര്യം വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് പറയണതാണ്. അപ്പം നിന്നില എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടം ഒരടിപൊളി പടമാണ്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഭയങ്കര നല്ല പടമാണ്. നല്ല പെർഫോമൻസ് ഉള്ള പടമാണ്. നല്ല കണ്ടന്റ് ഉള്ള പടമാണ്. നല്ല ഫീലുള്ള പടമാണ്. നല്ല സോങ്സ് ഉള്ള പടമാണ്. മ്യൂസിക് ചെയ്തേക്കണത് രാജേഷ് മുരുകേശനാണ്. ആക്ച്വലി അതൊരു മലയാളം പടമായിട്ട് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കണ്ടത് തമിഴാണ്, സത്യസ്ഥാനം തെലുങ്കാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര മൂഡ് ഷിഫ്റ്റ് തരാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടം, നല്ലൊരു ലൈറ്റ് ഹാർട്ടഡ് പടം, നല്ലൊരു ഫുഡ് സിനിമ, നല്ല മ്യൂസിക്കുള്ള നല്ലൊരു സിനിമ. ഈവൻ ആ പടത്തിനെ പറ്റി ആലോചിക്കും മൊത്തത്തിൽ ഒരു വെള്ള കളറാണ് മനസ്സിലായിട്ട് വരുന്നത് തന്നെ, വൈറ്റും ബ്ലൂവും കൂടിയിട്ടുള്ള. അത് തന്നെയാണ് പടത്തിൻ്റെ ടോട്ടലി ഉള്ളൊരു മൂഡും. ഋതുവർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ്. നാസർ ഉണ്ട് പടത്തിൽ. നാസർ ഒരു സീനിയർ ഷെഫായിട്ടാണ്. ഇത് ഞാൻ പണ്ട് കണ്ട പടമാണ്. ഓർമ്മകളാണല്ലോ. വർക്കാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുള്ളൊരു പടമാണ്. ഞാൻ സജസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ വർക്കായിട്ടുണ്ട് ഒരാൾ വെച്ച്. പരിപാടികളൊക്കെ ഡിപ്പെൻസാണ്. നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ആൾക്കാരൊക്കെ കാണും.
അവരുടെ മൂഡ് ഏതാണെങ്കിലും അവർക്ക് വർക്കായില്ലെങ്കിലും എല്ലാം എന്താ പറയുക, ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് നിന്നില്ല തീനി എന്നാണ് എൻ്റെ തമിഴ് ടൈറ്റിൽ. എപ്പം ഞാൻ ബേസിക്കലി ഒന്ന് ഡൗൺ ആവുകയാണെങ്കിൽ ഞാൻ നേരെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ പ്ലേലിസ്റ്റ് ഒരെണ്ണം തെലുഗു ജേഴ്സി മൂവിയിലെ നാനിയുടെ പടത്തിലെ നീത പടത്തനി എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങും നിന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടത്തിലെ ഞാൻ കേട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഉണ്ട്. അതിലെ തെലുഗോ തമിഴോ രണ്ട് കിടുവാണ്. അപ്പം ഭയങ്കര ഒരു പ്ലസൻനെസ്. ഇത് മലയാളത്തിലാണെങ്കിൽ ചെരാതുകളല്ല പേഴ്സണലി ഞാൻ കേൾക്കാറ്. ഞാൻ എഴുതക്കഥയാണ് കേൾക്കാറ്, ശിലയിടമാറിൽ കേൾക്കാറുണ്ട്. ഇതിപ്പം ഓഫ് ടോപ്പിക് പോയി. ഒരു ഫീൽ ഗുഡ് സിനിമ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീനി അല്ലെങ്കിൽ നിന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടം നിങ്ങൾക്ക് വർക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പടം നിങ്ങൾ കണ്ട ആ പടത്തിൽ ഇച്ചിരി വിസിബിലിറ്റി കിട്ടുമായിരിക്കും, അറിയില്ല. ഇത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിരിക്കുന്ന പലർക്കും ഇങ്ങനെയുള്ള സിനിമ അറിയില്ല. സ്പെഷ്യലി ഈ പടം സ്റ്റാൻഡ് ഔട്ട് ആവുന്നത് അതിൻ്റെ മ്യൂസിക്കിലാണ്. വേറെ തന്നെ ഒരു പരിപാടിയാണ് തീനിയിലെ ഈ മ്യൂസിക്. രാജേഷ് മുരുകേശൻ ഇങ്ങനെ ഒരു പടമുള്ള കാര്യമൊന്നും അധികം പേർക്ക് അറിയുമെന്ന് എനിക്ക് തോന്നണില്ല. പുള്ളിയുടെ പൊട്ടൻഷ്യലൊക്കെ നല്ല ഡയറക്ടർമാരുടെ ഒപ്പം വർക്ക് ചെയ്താൽ കിട്ടുമെന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം പിന്നെ ഓഫ് ടോപ്പിക്ക് പോയി. അപ്പോൾ ഓഫ് ടോപ്പിക്ക് പോവാതെ ഈ ഒരു പടം കാണാത്തവർ കണ്ടു നോക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എടാ കട്ട് ചെയ്തോ ഞാൻ കട്ട് ചെയ്യാം. ആവശ്യമുള്ളത് കിട്ടിയെന്ന് തോന്നുന്നു.